ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പുസ്തകവും ഒരു ചിത്രകഥയാണ് പ്രശസ്ത ബൈബിൾ പണ്ഡിതനായിരുന്ന മൈക്കിൾ കാരിമറ്റം അച്ഛൻ തയ്യാറാക്കിയ സ്ത്രീ എന്ന ചിത്രകഥ. ഞാൻ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു രംഗം ഇപ്രകാരമാണ്. തന്റെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഒരു ദിവസം ഈശോ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. മറിയത്തിന് മകനോട് ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറെ സംശയങ്ങൾ തീർക്കാനുണ്ട്, ആ മകനെ ഒത്തിരിയേറെ പരിചരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ സമയമില്ല, അമ്മയുടെ പരിചരണങ്ങൾ സ്വീകരിക്കാൻ സമയമില്ലാതെ ഈശോ തളർന്ന് ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന മകന്റെ അടുത്ത് കയ്യിലൊരു കൊച്ചു വിളക്കുമായി ഇരുന്ന് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മറിയം നടത്തുന്ന ചില ആത്മകഥങ്ങളുണ്ട്. എന്റെ മകൻ, പൂർത്തിയാകാനിരിക്കുന്ന ബലി, കുരിശ്. പ്രിയപ്പെട്ടവരെ, തന്റെ മകൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ അവസാനത്തിൽ പൂർത്തിയാകാനിരിക്കുന്ന ഒരു ബലിയിലേക്ക് പ്രാർത്ഥനാപൂർവം ആ മകനെ പറഞ്ഞയക്കുകയും ചെയ്ത ഒരമ്മ. എവിടെ നിന്നായിരിക്കാം മറിയത്തിന് ജീവിതത്തിലെ അതീവ സങ്കീർണമായ തീവ്രമായ ഈ നിമിഷങ്ങളിലൂടെ കടന്നുപോകാൻ സാധിച്ചത് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമായി തോന്നിയിട്ടുള്ളത് മറിയത്തിന്റെ ഈ ധ്യാനമാണ്. ദൈവത്തിന്റെ തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള നിരന്തരമായ ഒരു ജീവിത സമർപ്പണമായിരുന്നു മറിയത്തിൻ്റെത്. ലൂക്കായുടെ സുവിശേഷം വ്യക്തമായി പറയുന്നുണ്ടല്ലോ, അവൾ ഈ വചനങ്ങളെക്കുറിച്ചെല്ലാം ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന്. പ്രശസ്ത കവിയായ ONV കുറുപ്പ് നിശാഗന്ധി നീയത്ര ധന്യ എന്ന പേരിൽ അതിമനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ സമർപ്പിത ജന്മങ്ങളെയും കുറിക്കുന്ന ഒരു കവിതയാണത്. അൽഫോൻസാമയ്ക്കും കൊച്ചു ത്രേസ്യയ്ക്കും മറിയം ത്രേസ്യയ്ക്കും ഒക്കെ ഇണങ്ങുന്ന ഒരു കവിതയാണ്. പക്ഷെ അതിലെ ആദ്യ വരികൾ പലപ്പോഴും എന്നെ കൊണ്ടെത്തിക്കാറുള്ളത് കന്യകാമറിയത്തിലേക്കാണ്. അതിലെ വരികൾ ഇപ്രകാരമാണ്: നിഴൽ പാമ്പുകൾ കണ്ണു കാണാതെ നീന്തും നിലാവിൽ, നിരാലംബ ശോകങ്ങൾ തൻ കണ്ണുനീർപ്പൂക്കൾ കൺചിമ്മി നിൽക്കുന്ന രാവിൽ, നിശാഗന്ധി നീയേതദൃശ്യ പ്രകാശത്തെ നിന്നുള്ളിൽ ഊതിത്തെളിക്കാൻ ഒരേ നിൽപ്പു നിന്നു, നിലാവു കൊതിക്കും മൃദുത്വം നിനക്കാരു തന്നു. പാപത്തിന്റെ കരിനിഴൽ വീണ ഈ ലോകത്ത്, പാപസാഹചര്യങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും കരിനാഗങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന ഈ ഭൂമിയിൽ എങ്ങും നിരാശയും സംശയങ്ങളും അധികാരക്കൊതിയും ധൂർത്തും അവഗണനയും തിങ്ങി നിറഞ്ഞ ഒരു ലോകത്ത് ദൈവത്തിലേക്ക് മാത്രം മിഴിനെട്ട് നിൽക്കുന്ന മറിയം തന്റെ പുത്രന്റെ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് അവനെ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വലിയ കുരിശുകളിലേക്ക് നടന്നു നീങ്ങുന്ന മറിയത്തിന്റെ സ്വർഗാരോപണത്തെ, മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. ഈ ഭൂമിയുടെ സകല പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഏതൊരു ക്രൈസ്തവനും പ്രത്യാശയുടെ ഒരു സാക്ഷ്യമാണ്. മറിയത്തെ പോലെ നമ്മളും ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ മടിയിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് മറിയത്തിന്റെ സ്വർഗാരോപണം നമുക്ക് തരുന്നത്. മറിയത്തിന്റെ മരണത്തെക്കുറിച്ച്, ഈ ഭൂമിയോടുള്ള മറിയത്തിന്റെ യാത്ര പറയലിനെ കുറിച്ച് സഭയുടെ പാരമ്പര്യം പറയുന്നത് മറിയം മരിച്ചു എന്നല്ല, മറിച്ച് മറിയം ഉറങ്ങിയെന്നാണ്. അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ നിദ്രയുടെ തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ഡോർമീഷൻ ഓഫ് മേരി എന്ന പേരിലാണ് ഈ തിരുനാള് സഭയുടെ പാരമ്പര്യത്തിൽ അറിയപ്പെടുന്നത്. തന്റെ തിരുക്കുമാരന് വസിക്കാൻ ഇടം നൽകിയ മറിയത്തിന്റെ ശരീരത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. മറിച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ജീവിച്ച ഹെനോക്കിനെയും ഏലിയായെയും ദൈവം സ്വർഗത്തിലേക്ക് എടുത്തതുപോലെ മറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുത്തുവെന്നാണ് സഭയുടെ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിദ്രയുടെ ഒരു കൊച്ചു വിശ്രമം പോലെ ഈ ഭൂമിയുടെ മടിത്തട്ടിൽ മറിയം ഉറങ്ങി. പിന്നീട് മറിയം കണ്ണുകൾ തുറക്കുന്നത് ദൈവത്തിന്റെ മടിത്തട്ടിലാണ്. മറിയത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതിപ്രകാരമാണ്: ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യ വ്യക്തിയെക്കുറിച്ചും തന്റെ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിന് രണ്ട് ചിത്രങ്ങളുണ്ട്. ഒന്ന്, ഓരോ സൃഷ്ടിയും ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്, അതൊരു നേർക്കാഴ്ചയാണ്. രണ്ടാമത്തേത്, തന്റെ മക്കൾ ഓരോരുത്തരും ആയിത്തീരേണ്ട, ചെന്നെത്തേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ദൈവസങ്കല്പമാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയും നമ്മളായിത്തീരേണ്ട അവസ്ഥയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന്, പ്രകാശവർഷങ്ങളുടെ അന്തരമുണ്ടെന്ന് വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മറിയത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് മറിച്ചാണ്. മറിയം ആയിരുന്ന അവസ്ഥയും മറിയം എപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച അവസ്ഥയും രണ്ടും ഒന്നായിരുന്നു. രണ്ടിനും തമ്മിൽ തന്മാത്രകളുടെ പോലും അകലമുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മെക്കുറിച്ച് ദൈവം കാണുന്ന സ്വപ്നങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ പരിസമാപ്തി കുറിക്കുക, പരിപൂർണത കണ്ടെത്തുക എന്നുള്ളത്, അത് മറിയം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ നിയോഗവും വെല്ലുവിളിയുമാണ്.
അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ അടരുകളിൽ അവസാനിക്കാനുള്ളതല്ല ഓരോ ക്രൈസ്തവന്റെയും ജീവിതമെന്ന് മറിയം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം എല്ലാവരും എടുക്കപ്പെടാനുള്ളവരാണ്. ദൈവത്തിന്റെ മടിയിലേക്ക് സമൂഹിക്കപ്പെടാനുള്ളവരാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്ന ലാസർ മരണശേഷം ദൈവദൂതന്മാരാൽ ദൈവത്തിന്റെ മടിയിലേക്ക് സമൂഹിക്കപ്പെട്ടവനാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന ലാസർ മരണത്തിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടവനാണ്. ഉയിർപ്പിക്കപ്പെടുന്നവനും എടുക്കപ്പെടുന്നവനും സമൂഹിക്കപ്പെടുന്നവനും ഒരേ പേരാണെന്നുള്ളത് യാദൃച്ഛികമല്ല. ലാസർ എന്നുള്ള പേരിന്റെ അർത്ഥം നമുക്കറിയാം. ദൈവം സഹായിക്കുന്നു എന്നാണ്, ദൈവസഹായം എന്നാണ് അർത്ഥം. അപ്പോൾ മാനുഷികമായ ജീവനെ ദൈവികമായ തലത്തിലേക്ക് ഉയർത്താനും അതുപോലെ ഈ ഭൂമിയുടെ ആറടിയിൽ വിശ്രമിക്കാതെ ദൈവത്തിന്റെ മടിത്തട്ടിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമുണ്ട്. ഇപ്രകാരം ദൈവം നീട്ടിയ സഹായങ്ങളെ പരിപൂർണമായിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് മറിയത്തെ കൃപാവര പൂർണ്ണ അല്ലെങ്കിൽ ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെന്ന് വിശുദ്ധ ഗ്രന്ഥം സംബോധന ചെയ്യുന്നു. തനിക്ക് ലഭിച്ച കൃപയെ ഒരു തന്മാത്ര പോലും നഷ്ടപ്പെടുത്താതെ മറിയം അഭംഗുരം കാത്തു സൂക്ഷിച്ചു. ദൈവകൃപകളോട് നിരന്തരം സഹകരിച്ചു. ആ സഹകരണം അവളെ സ്വർഗത്തോളം ഉയർത്താൻ സഹായകരമായി. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ, അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ മലയിൽ, വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, അങ്ങ് വീണ്ടെടുത്ത ഈ ജനം കടന്നു പോകുന്നതുവരെ അങ്ങ് അത്ഭുതങ്ങൾ തുടരും. ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ വാഗ്ദാന നാട്ടിലേക്ക് എത്തിക്കുന്നതുവരെ ദൈവം നടത്തിയ അത്ഭുതങ്ങളെ മോശ അനുസ്മരിക്കുകയാണ്. ആ ജനത്തിന്റെ കടന്നുപോക്ക് കേവലം ഭൂമിയുടെ 4 അതിർത്തികളിലേക്കുള്ള കടന്നുപോക്കല്ല എന്ന് നമുക്കറിയാം. അത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ അങ്ങ് അവരെ വിശുദ്ധ മലയിൽ, വിശുദ്ധ മന്ദിരത്തിൽ നട്ടുപിടിപ്പിക്കും. അവിടെ അങ്ങും വസിക്കുന്നു. അപ്പോൾ ദൈവത്തോടൊത്തുള്ള നിരന്തരമായ ഒരു വാസത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഒന്നാമത്തെ വായന നമുക്ക് നൽകിയത്. രണ്ടാമത്തെ വായനയിൽ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അപ്പസ്തോലന്മാരോട് മാലാഖമാര് പറയുന്നത് അവൻ വീണ്ടും നിങ്ങളെ തേടി വരുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഈശോ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ഈശോ, ഈശോയിൽ വിശ്വസിക്കുന്ന ആർക്കും സ്വർഗം അവകാശപ്പെട്ടതാണെന്നുള്ള ഓർമ്മകളാണ്, ഉറപ്പാണ് നൽകുന്നത്. മൂന്നാമത്തെ വായനയിൽ റോമാക്കാർക്കുള്ള ലേഖനം 16-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് റോമായിലെ സഭയോട് പറയുന്ന ഏതാനും കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണം. ഈ ഭൂമിയെ വിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്: സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. ഈ ഭൂമിയുടെ പ്രലോഭനങ്ങളെയും പാപസാഹചര്യങ്ങളെയും അതിജീവിക്കണമെങ്കിൽ സുവിശേഷത്തിന്റെ കേൾവിയും ശ്രവണവും ഈശോയെക്കുറിച്ചുള്ള രഹസ്യത്തിന്റെ വെളിപാടിലേക്കുള്ള നിരന്തരമായ യാത്രയും ധ്യാനവും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട്, അവനെ ധ്യാനിച്ചുകൊണ്ട്, അവന്റെ സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള യോഗ്യത നാം നേടുമെന്ന് ഈ ലേഖനത്തിലൂടെ പൗലോസ് റോമായിലെ സഭയെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറിയത്തിന്റെ മക്കളായ നാം കുരിശിന്റെ ചുവട്ടിൽ വെച്ച് അവൻ യോഹന്നാൻ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നൽകിയ അന്ത്യസമ്മാനം, ആ സമ്മാനത്തെ സ്വീകരിക്കുമ്പോൾ അവൾ പുലർത്തിയ ജീവിത മാതൃകയെ അനുകരിക്കാൻ നാം വിളിക്കപ്പെട്ടവരാണ്. കാരണം നമ്മളും മറിയത്തിന്റെ മക്കളാണ്. മറിയത്തെ പോലെ യേശുക്രിസ്തുവിന്റെ മുഖത്തെ അനുദിനം ധ്യാനിക്കാൻ, അതിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ, അവന്റെ കൃപകളെ പരിപൂർണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ കൃപകളോട് സഹകരിച്ചുകൊണ്ട് മരണത്തെ മറികടന്ന് സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ മടിത്തട്ടിലേക്ക് കടന്നുപോകാൻ നിയോഗം സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. ഫ്രാൻസ് കാഫ്കയുടെ അതിമനോഹരമായ ഒരു കൃതിയാണ് മെറ്റമോർഫോസിസ്. അതിലെ നായകനായ ഗ്രിഗർ സംസ ഒരു പ്രഭാതത്തിൽ ഉറക്കമുണരുമ്പോൾ താൻ ഒരു ഷഡ്പദമായി മാറിയതായി കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷെ അയാൾ അന്നും ജോലിക്ക് പോകുന്നുണ്ട്. ജീവിതം വെച്ച് നീട്ടുന്ന മാറ്റങ്ങൾ അത് ഒരാളെ എപ്രകാരം സ്വാധീനിക്കും, അത് അസ്തിത്വപരമായ ഏതെല്ലാം നിലകളിലേക്ക് അയാളെയും സമൂഹത്തെയും വലിച്ചിഴയ്ക്കുമെന്ന് ഈ ഭാവന നമ്മോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളും രൂപാന്തരപ്പെടാനുള്ളവരാണ്. അത് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു കൂടുമാറ്റമായിരിക്കണം. അത് സമഗ്രമായ ഒരു രൂപാന്തരീകരണത്തിന്റെ തലമായിരിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കുള്ള
ഒരു കടന്നുപോക്കായിരിക്കണം. ഈ ഭൂമിയുടെ പരിമിതികളിൽ നിന്ന് ദൈവത്തിന്റെ മടിത്തട്ടിലേക്കുള്ള ഒരു കടന്നുപോക്കായിരിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം സ്വർഗത്തിലേക്ക് കടന്നുപോകാൻ നമുക്കേവർക്കും തുണയാവട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.